ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇപ്പം 5 കൊല്ലം തിരിഞ്ഞു നോക്കുമ്പം ഇവിടം വരെ എത്തുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ, അതോ പിന്നെ ആഗ്രഹങ്ങൾ എവിടം വരെ ഉണ്ടായിരുന്നു? എനിക്ക് ശരിക്കും അതൊരു ചോദിച്ചാൽ ഇങ്ങനൊന്നും ആവുമെന്ന് ഒരിക്കലും കരുതിയില്ല. എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് നമുക്കറിയാമല്ലോ, നമ്മൾ ചെയ്ത ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ. ഇപ്പോഴും എനിക്ക് ഭയങ്കര സർപ്രൈസാണ് എനിക്ക് പോലും. ഞാൻ എന്തിനാ ഡിസിഷൻ എടുത്തു, ഇവിടെ സേഫായ ഒരു ജീവിതം. അപ്പോൾ ഒരിക്കലും ഇവിടെ കിട്ടുന്ന ഒരു സാലറിയോ പേർക്സോ ഒരിക്കലും ഇന്ത്യയിൽ മാച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനേക്കാളുപരി അവിടെ വന്ന് നിന്നു. 1 ഇയർ കണ്ടപ്പോൾ ഞാൻ 1 ഇയർ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വേറൊരു രീതിയാണ്. അപ്പോൾ എപ്പോഴും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഇതേപോലെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും സ്വന്തം നാട്ടിൽ കുറേ നാളൊക്കെ ഇങ്ങനെ വിദേശ രാജ്യത്തൊക്കെ ജീവിച്ചിട്ട് നാട്ടിൽ തിരിച്ചു പോകണം. പക്ഷേ എപ്പോഴും അത് 90% ആൾക്കാർക്കും പറ്റില്ല. കാരണം അത് പറ്റുന്ന ആ സാഹചര്യം, നിങ്ങൾ ഏൺ ചെയ്ത രീതിയും അല്ലെങ്കിൽ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളും പെട്ടെന്ന് നാടിനോടുള്ള സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും വന്ന് നിന്ന് കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും പ്രശ്നങ്ങളൊക്കെ ആവും. പിന്നെ അല്ലെങ്കിൽ അതുപോയിട്ട് തത്തുല്യമായിട്ടുള്ളൊരു ജോലി കിട്ടുക, അല്ലെങ്കിൽ അതുപോലൊരു ജീവിത സാഹചര്യങ്ങളൊക്കെ കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമാണ്. എന്നെ സംബന്ധിച്ച് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. വലിയൊരു ബ്രാൻഡിനകത്ത് തന്നെ എനിക്ക് ജോലിയായിട്ട് കിട്ടി. അപ്പോൾ അത് വെച്ചു. അതിന് ശേഷം നമ്മുടെ ഈ ഒരു 15-20 ഇയേഴ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും കൂടെ ഒരുമിച്ച് കയറി വന്നു എന്നുള്ളതാണ്. അതാണ് ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ അനൂപ് പറഞ്ഞ പോലെ ഡൗൺ ലൈൻ ഇപ്പോൾ ഈ 6 ഇയേഴ്സ് കൊണ്ട് 3 വർഷം ജോലി ചെയ്തിട്ട് ഈ കോവിഡ് ടൈമിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്നും ഒരിക്കലും അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടിരുന്നില്ല. അത് പിന്നെ ഓരോന്നും വന്നു. അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമ്മൾ കുറേ നാൾ വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഡൊമൈൻ എക്സ്പെർട്ട് ആയതിനു ശേഷം നിങ്ങളത് കൃത്യമായിട്ട് ചെയ്താൽ ബാക്കിയുള്ള എല്ലാം ഫോൾ ഇൻ പ്ലേസ് ആയിട്ട് വരും എന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് എൻ്റെ ഒരു സംഭവം.